തരിശായി കിടന്ന പ്രദേശത്ത് നടത്തിയ പൂക്കൃഷിയിൽ 100 മേനി വിളവ്. ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് തൈകളാണ് റോഡരികിൽ മനോഹര കാഴ്ചയൊരുക്കുന്നത്. പൂക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ കർഷകർ. കൊണ്ടോട്ടി നഗരസഭയിൽ പൂപ്പൊലി പദ്ധതിയിലാണ് തരിശായി കിടന്ന പാറപ്പുറത്ത് പൂക്കൃഷി ആരംഭിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങി ട്രേയിൽ പാകി മുളപ്പിച്ചാണ് കൃഷി ഇറക്കിയത്. ചിറയിൽ ചുങ്കത്ത് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ 1/2 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. പാറപ്പുറത്ത് മണ്ണ് കൂട്ടി പൂക്കൃഷി ചെയ്തപ്പോൾ കിട്ടിയതാകട്ടെ 100 മേനിയുടെ വിളവ്. വലിപ്പവും ഗുണവുമുള്ള പൂക്കൾക്ക് ആവശ്യക്കാരുമേറെയാണ്. ചെണ്ടുമല്ലി പൂക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊണ്ടോട്ടിയിലെ കർഷകർ. വാർഡിലെ ഒരു വൈവിധ്യമാർന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് ഈ ഒരു പൂക്കൃഷി തുടങ്ങിയിട്ടുള്ളത്. ഈ പൂക്കൃഷി തുടങ്ങിയ സ്ഥലത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് തരിശായി കിടക്കുന്ന ഒരു പാറപ്പുറത്ത് മണ്ണ് തട്ടിയിട്ട് അതിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഇപ്പോൾ നമുക്ക് പൂത്തു നിൽക്കുന്ന ഈ ഒരു പൂക്കൃഷി. കാരണം ഓണത്തോടനുബന്ധിച്ച് ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ വാർഡിലുള്ള ഓണപ്പൂക്കളിടാനുള്ള ആളുകൾക്ക് പൂക്കളം ഒരുക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ എക്സ്പോർട്ടിങ്ങിനും നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓണപ്പൂവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി നടത്തിയത്. കൊണ്ടോട്ടി നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നെടിയിരുപ്പ് കൃഷി ഓഫീസറുടെയും വാർഡ് കൌൺസിലർ കെ.പി. സൽമാന്റെയും നേതൃത്വത്തിലായിരുന്നു കൃഷി. റോഡരികിലെ പൂക്കളുടെ വസന്തം കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് 18 തിരൂർ. നമ്മുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. മോർണിംഗ് വൈബ്സിൽ നമ്മൾ ഇന്ന് ഒരുപാട്